അടുത്തത് ഫംഗൽ ഡിസീസുകളാണ്. ഫംഗസ് മൂലം ഉണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഡിസീസുകൾ. സോ ഫംഗൽ ഡിസീസിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിംഗ് വേം. റിംഗ് വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടച്ചൊറി എന്ന് പറയും മലയാളത്തിൽ. റിംഗ് വേം എന്ന് പറഞ്ഞാൽ അതിന് കാരണക്കാരായിട്ടുള്ള ഫംഗസുകൾ എന്ന് പറഞ്ഞാൽ 3 ജനറയിലുള്ളതാണ്. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജനറയുണ്ട് ഫംഗസിൻ്റെ. മൈക്രോസ്പോറം ജീനസുകളാണ് ജനറ എന്ന് ഉദ്ദേശിക്കുന്നത്. ജനറ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഒരിക്കൽ കൂടി പറയാം, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. സോ ഈ റിംഗ് വേം ഉണ്ടാക്കുന്നത് ഈ കാറ്റഗറിയിലുള്ള ഈ ജനറയിലുള്ള ഫംഗസുകളാണ്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഈ പറഞ്ഞ ഇത് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് മനുഷ്യനിൽ കാണപ്പെടുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസാണ്, ഫംഗൽ ഡിസീസാണ്. സോ ഇത് നോർമലി എഫക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ മൈക്രോസ്പോറം ആയാലും ട്രൈക്കോഫൈറ്റൻ ആയാലും എപ്പിഡെർമോഫൈറ്റൻ ആയാലും കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ ഹെയറിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ നെയിൽ. സോ നഖം, അതുപോലെ നമ്മുടെ മുടി, അതുപോലെ സ്കിൻ. മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ്, തലയോട്ടി, അവിടെ നിന്ന് തൊട്ട് എഫക്റ്റ് ചെയ്യും. പലതരത്തിലുള്ള ഫംഗസ് ബാധകൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. സോ അതിൽ കൂടുതലായിട്ടും ഇവർ ഏറ്റവും കൂടുതൽ വളരുന്ന അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് സ്കിന്ന്, ഹെയർ, നെയിൽ, ഈ 3 ഭാഗങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്കെയിലി ലീഷൻ. സ്കിന്ന് അഥവാ ഹെയർ, നെയിൽ ആ ഭാഗങ്ങളൊക്കെ വളരെയധികം ഡ്രൈ ആവും. അതുപോലെ ഒരു സ്കെയിലി ലീഷൻസ്, ആ പാർട്ട് ഏത് സ്കിന്നായാലും ഹെയർ ആയാലും നെയിലായാലും ഏത് ബോഡി പാർട്ടിലാണ് ഈ പറഞ്ഞ ഇൻഫെക്ഷൻ വന്നത്, ഫംഗൽ ഡിസീസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളൊക്കെ ഒരു സ്കെയിലി അപ്പിയറൻസ് ആയിരിക്കും. ഡാമേജ്, ആ നോർമൽ ടിഷ്യൂ അല്ലെങ്കിൽ ആ പാർട്ടിന് എന്തായിരിക്കും ഒരു ഡാമേജ് സംഭവിക്കുന്നത്. അതാണ് സ്കെയിലി ലീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെ ഭാഗങ്ങളാണ്? സ്കിന്നാവാം, ഒരു പക്ഷേ നെയിലാവാം, അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ അവിടെയാണെങ്കിൽ സ്കാൽപ്പിലാകാം. സോ സ്കാൽപ്പ്, നെയിൽ, സ്കിൻ അവിടെയൊക്കെ ലീഷൻസ്, ഡാമേജ് സംഭവിക്കുക എന്നാണ് അർത്ഥം. ആ ബോഡി പാർട്ട് എവിടെയാണോ അവിടെ ഇൻഫെക്റ്റ് ചെയ്യണം അവിടെ ഡാമേജ് സംഭവിച്ച് ഒരു സ്കെയിൽ ലൈക്ക് അപ്പിയറൻസ്, ഒരു ഡ്രൈ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് ഉണ്ടാവുക. സോ ലീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഡാമേജ്. സോ ലീഷൻസ് അക്കമ്പനീഡ് ബൈ ഇൻറ്റൻസ് ഇച്ചിങ്. ആ പാർട്ട് സ്കിന്ന്, നെയിൽ, സ്കാൽപ്പ് അവിടെ ഡാമേജ് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ അവിടെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഇച്ചിങ്, നല്ല രീതിയിൽ നമുക്ക് നല്ല ചൊറിച്ചിലും അനുഭവപ്പെടും. കടുത്ത രീതിയിലുള്ള ചൊറിച്ചിലും ഈ പറഞ്ഞ ഡാമേജും ഉണ്ടാകും ആ പാർട്ടിൽ. ഇനി ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷന്, ഈ റിംഗ് വേം അങ്ങനത്തെ ഇൻഫെക്ഷനെ ഒന്നും കൂടി എൻകറേജ് ചെയ്യുന്നത്, അതിനുള്ള സാധ്യതകൾ കൂട്ടുന്നത് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ. സോ നമുക്ക് നല്ല വിയർപ്പ് അല്ലെങ്കിൽ ആ മോയ്സ്ചർ, അങ്ങനെ ചൂട് വരുമ്പോൾ അല്ലെങ്കിൽ മോയ്സ്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഈ പറഞ്ഞ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഈ പാത്തജൻ്റെ ഗ്രോത്തിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഹെൽപ്പ് ഫംഗൈ ടു ഗ്രോ. ഈ ഫംഗസിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹീറ്റും മോയ്സ്ചറുമാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റും മോയ്സ്ചർ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഫംഗസുകൾ ഒരുപാട് വളരും. എസ്പെഷ്യലി ഏത് ഏരിയയിലാണെന്ന് നോക്കി ത്രൈവ് ഇൻ, ദേ ഗ്രോ ഇൻ, ഒരുപാട് 10 മടങ്ങ് വളരുന്ന സ്ഥലങ്ങളാണ് സ്കിൻ ഫോൾഡുകൾ. നമ്മുടെ സ്കിന്നിൻ്റെ മടക്കുകളുള്ള ഭാഗങ്ങൾ, ഒരുപാട് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ മടക്കുള്ള ഭാഗങ്ങളിലൊക്കെ സ്കിൻ ഫോൾഡിങ്ങുകളിലൊക്കെ ഈ പറഞ്ഞ ഹീറ്റും മോയ്സ്ചറൊക്കെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ ഫംഗസുകൾ, ഡിസീസുകൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് അവർ വളരും. എസ്പെഷ്യലി ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ പ്യൂബിക് റീജിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ, റീപ്രൊഡക്റ്റീവ് ഏരിയ അവിടെ, അതുപോലെ ബിറ്റ്വീൻ ടോ, നമ്മുടെ കാലിൻ്റെ നഖങ്ങളുടെ ആ ടോ റീജിയനിലൊക്കെ ഈ പറഞ്ഞ റിംഗ് വേം പോലത്തെ ഡിസീസുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതാണ് നമ്മൾ പറഞ്ഞ സ്കിന്നിൻ്റെ ആ ഭാഗങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ നെയില്, നമ്മുടെ തലയുടെ അവിടെയാണ് സ്കാൽപ്പ്, ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഹീറ്റ് മോയ്സ്ചർ ഒരുപാട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി സ്കിൻ ഫോൾഡുകൾ, നമ്മുടെ സ്കിന്നിൻ്റെ മടക്കുകളിലൊക്കെ അങ്ങനെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനത്തെ ഫംഗസ് ഒരുപാട് പെട്ടെന്ന് വളരാൻ തുടങ്ങും. അതാണ് നമ്മൾ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗ്രോയിൻ, അതുപോലെ നമ്മുടെ ടോസ്, ഈ ടോസിൻ്റെ ഇടയിലൊക്കെ വളരും. ഇനി ജനറലി ഈ പറഞ്ഞ ഇൻഫെക്ഷൻ, ഈ പറഞ്ഞ റിംഗ് വേമിൻ്റെ ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യണേ നോക്കിക്കഴിഞ്ഞാൽ എക്വയർ ഫ്രം സോയിൽ, മണ്ണിൽ നിന്ന് കിട്ടും. ഈ മണ്ണിൽ ഇതിൻ്റെ പാത്തജൻസ്, ഈ പറഞ്ഞ റിംഗ് വേമിൻ്റെ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റ, എപ്പിഡെർമോഫൈറ്റൻ, അതിൻ്റെ ഈ പറഞ്ഞ ഫോമുകൾ ഉണ്ടെങ്കിൽ, ഫംഗസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സോയിലിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ, ഈ പറഞ്ഞ റിംഗ് വേം എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ടവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതുപോലെ അവരുടെ തുണികൾ യൂസ് ചെയ്യണമെങ്കിൽ,
കിട്ടും. അതുപോലെ കോമ്പ്, സോ കോമ്പ്, ക്ലോത്ത്, ടവൽ, ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ഇതൊക്കെ നമ്മൾ വേറെ ഹെൽത്തി ആയിട്ട് ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ റിംഗ് വോം സ്പ്രെഡ് ആവും. സോ ഇതാണ് നമ്മൾ വട്ടച്ചൊറി എന്ന് പറയുന്നത്. ഹോസ്റ്റലിലൊക്കെ താമസിക്കും അല്ലെങ്കിൽ ഷർട്ടുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലോത്തുകളിലൂടെ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ടവൽ അല്ലെങ്കിൽ അവരുടെ ടർക്കി എന്താണോ അവരുടെ ആ മെറ്റീരിയൽ ഇതിൽ നിന്ന് പെട്ടെന്ന് ഈവൻ ചീർപ്പായാലും കോമ്പിൽ നിന്നൊക്കെ പെട്ടെന്ന് ഈ ഡിസീസ് ഈ റിംഗ് വോം സ്പ്രെഡ് ചെയ്യാൻ. ബിക്കോസ് ഈ പറഞ്ഞ പാത്തജൻസ് പെട്ടെന്ന് ഏതൊക്കെയാണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്നീ പറഞ്ഞ ഫംഗസുകളൊക്കെ ആ ജനറലിലുള്ള ഫംഗസുകളൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. സോ ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ ടവൽ, ക്ലോത്ത്, കോമ്പ് ഇതൊക്കെ ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരു ഹെൽത്തി പേഴ്സൺ യൂസ് ചെയ്യണമെങ്കിൽ അവർക്കിത് ഈസിലി അവർക്കത് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ ഡിസീസ് കിട്ടും. ഇതാണ് റിംഗ് വോം അഥവാ നമ്മൾ മലയാളത്തിൽ പറയുന്ന വട്ടച്ചൊറി. സോ റിംഗ് വോം എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ബോഡി പാർട്ടാണ് കാണിച്ചിരിക്കണേ. സോ എഫക്റ്റഡ് ഏരിയ, റിംഗ് വോം എഫക്റ്റ് ചെയ്ത ഏരിയയാണ് ഇവിടെ കാണിച്ചിരിക്കണേ. ഈ ഭാഗത്താണ് റിംഗ് വോം എഫക്റ്റ് ചെയ്തിട്ട് സോ നമ്മളൊരു പേര് റിംഗ് വോം എന്ന് പറഞ്ഞ ഒരു ഇത്തിരി റൗണ്ട് ഷേപ്പിലായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരിക. അതുകൊണ്ടാണ് നമ്മളൊരു പേര് പറഞ്ഞത് വട്ടച്ചൊറി എന്ന് പേര് പറഞ്ഞത്. സോ ഈ ഫംഗൽ ഡിസീസ് ഈ പറഞ്ഞ സ്കിന്നിൽ അതുപോലെ സ്കാൽപ്പ്, ഹെയർ അവിടെയൊക്കെ വന്ന് എഫക്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ ലീഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ലീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡാമേജ്, സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സ്കെയിലി ലീഷൻസാണ്, ഒരു ഡ്രൈ ആയിട്ട് തോന്നിക്കും. അതുപോലെ അവിടെ ഭയങ്കര ഈ പറഞ്ഞ ലീഷൻസോട് കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് ഇൻറ്റൻസ് ഭയങ്കര ശക്തമായ രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാവും. അങ്ങനെയാണ് ആ പേര് വന്നത് റിംഗ് വോം, വട്ടച്ചൊറി എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ ഈ ഏരിയയിലാണ് ഒരാളുടെ ഈ ഏരിയയിലാണ് കാണിച്ചേക്കണ എഫക്റ്റഡ് ഏരിയ ഓഫ് ദ സ്കിൻ. ഈ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.